ഹലോ ഗായ്സ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ നേരത്തെ എണീറ്റു. ഇത് പാൽ ചായ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ പാൽ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാൽ ചായക്ക് എനിക്ക് ഏലക്കായ ഇല്ലാണ്ട് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പോൾ ഏലക്കായിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഏലക്കായ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് ഇത് ഇപ്പം ചതച്ച് പാൽ ചായയിലേക്ക് ഇടുന്നു. അങ്ങനെ പാൽ ചായയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ പലഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. എക്സാമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി 2 എക്സാം കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായയും നല്ല പലഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് എനർജറ്റിക് ആവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത്. അതേ പാൽ ചായക്ക് പൊടിയും പഞ്ചസാരയ്ക്ക് ഇടാണ്. ഏലക്കായ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ടേസ്റ്റി പാൽ ചായ എൻ്റെ വക ഞാൻ ഉണ്ടാക്കി, എല്ലാവർക്കും ഉണ്ടാക്കിട്ടോ. അപ്പോൾ അങ്ങനെ പാൽ ചായയൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്. സാധാ കട്ടൻ ചായയും കുടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് എന്താ ഒരു പാൽ ചായ കുടിക്കാനൊക്കെ ഒരു പൂതി തോന്നി. അങ്ങനെ അത് വാങ്ങി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ പാൽ ചായക്ക് പ്രിപ്പയറായി. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചും നല്ല കുറുമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പാൽ ചായയും പൂരിയും മസാലക്കറിയും ഒക്കെ കൂട്ടിയൊരു പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇടപ്പം ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ടി വിയൊക്കെ കണ്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഫുഡ് കലാപരിപാടികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റപ്പായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. വയറൊക്കെ നിറഞ്ഞു, വയറും മനസ്സും നിറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്കുള്ള ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അമ്മ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് റെസിപ്പി, ചിക്കൻ റെസിപ്പി അമ്മയുടെ. അടിപൊളി ചിക്കനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാ ഒരു യൂഷ്വൽ ചിക്കൻ കറി, പ്രത്യേകിച്ച് അങ്ങനെ വലിയ റെസിപ്പി ഒന്നുമില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ചില്ലായിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പഠിക്കാനൊരു മൂഡ് തോന്നിയില്ല. അപ്പോൾ ചില്ലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉച്ചത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ ഏകദേശം ഉച്ചയായല്ലോ. ഞാനപ്പോൾ കൊച്ചിനെ അംഗൻവാടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോവാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അംഗൻവാടി. ഒരു 5 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 3 മണിക്കൂറൊക്കെ കുട്ടീനെ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. അവന് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഏജ് ആയിട്ടില്ല, എങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു പോക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലെ അവനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ അവൻ്റെ അംഗനവാടി. ഒരു ചെറിയ അംഗൻവാടിയാണ്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അവിടെ കുട്ടികളൊക്കെ ഇവിടെയാണ് ആക്കിയേക്കുന്നത്. അത്യാവശ്യം നല്ല അംഗൻവാടി കേട്ടോ, നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ മുൻപ് ഇവനെയും കൊണ്ട് വന്നിട്ടൊക്കെ ഉണ്ട്, ഇവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈടു എന്നെ കണ്ടപ്പോൾ തന്നെ ചിരിച്ച് മനസ്സിലായിട്ടുണ്ട് കൊണ്ടുവരാൻ വന്നതെന്ന്. അപ്പോൾ അവൻ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കണമെന്നില്ല. ടീച്ചർ അത്യാവശ്യം പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവനിപ്പോൾ തന്നെ കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ടീച്ചർ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവൻ കഴിച്ചു. അപ്പോൾ ഇതാട്ടോ അംഗൻവാടി, നല്ലൊരു അംഗൻവാടി. ഫുള്ള് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല തീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ്. അത്യാവശ്യം പിള്ളേർ അധികമൊന്നും ഇല്ലെങ്കിലും ഉള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ടീച്ചർ അങ്ങനെ അപ്പോൾ ഞാൻ അവനതേ കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് ഓരോ കിന്നാരങ്ങൾ പറയാണ്. അവന് വീഡിയോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഓടാണ് വീട്ടിലേക്കൊന്നല്ല, നേരെ റോട്ടിലേക്കാണ് പോണത്. അവനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകാണ്ട് നേരെ പോവാണ്. എന്നിട്ടിപ്പോൾ അവിടെ അമ്മാമ്മനെ കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായി നിന്നാണ്. എന്നിട്ട് വീണ്ടും ഓടി. അങ്ങനെ ഒന്ന് വേഗം പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു വീണ്ടും അകത്തേക്ക്. അല്ലെങ്കിൽ എന്നെ റോട്ടിലേക്ക് ഓടി കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വണ്ടിയൊക്കെ പോണ സ്ഥലമല്ലേ. അങ്ങനെ വീട്ടിലെത്തി വീണ്ടും അഗെയിൻ TV കാണലാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. റംബൂട്ടാൻ അപ്പുറത്തുള്ള ചേച്ചി തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ടേ തിന്നാണ്. അവന് ഇഷ്ടമായിട്ടുണ്ട്. 2 എണ്ണമൊക്കെ കഴിച്ചു, പിന്നെ കഴിച്ചില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഫുഡാണ്. ചിക്കൻ കറിയും പരിപ്പ് കറിയും മാങ്ങക്കറിയും ഒക്കെ കൂടെ കൂട്ടിയൊരു പിടി പിടിച്ചു. വീട്ടിലത്തെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ടായിരിക്കാം നല്ല. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ളത്തിൽ ഇപ്പോൾ ഈട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ വെള്ളം കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അപ്പോൾ മഴയത്ത്
കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചായയും ഒരു സ്നാക്സും ഒരു പപ്സ് വെജിറ്റബിൾ പപ്സ് കഴിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാട്ടോ, പാടത്തിൻ്റെ സൈഡാണ്. ഒരു തോട് പോലെ ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പിള്ളേരൊക്കെ വന്ന് കളിക്കാറുണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടെ വെറുതെ ഒന്ന് ശുദ്ധവായൊക്കെ ശ്വസിച്ചു കുറച്ച് നേരം ഇരുന്നു. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇരിക്കാൻ. അത് മഴയും കഴിഞ്ഞിട്ടുള്ളൊരു സമയം ആയതുകൊണ്ട് അങ്ങനെ ഇവിടെയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഈ ചായക്കുള്ള പരിപാടിയാണ്. ചായയൊക്കെ കുടിച്ച് ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. സീരിയൽ കാണാനും രാത്രിയായി ചപ്പാത്തിയും ചിക്കൻ കറിയും രാത്രി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.